യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വക്കീല് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുവിധം കരക്ക് എടുപ്പിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളെ വലിയ വിശ്വാസമാണ്. അവർക്കാകെ വിശ്വാസമില്ലാത്തത് പരസ്പരമാ. വിശ്വാസം ഇല്ലെന്ന് മാത്രമല്ല, തമ്മിക്കണ്ട അപ്പ തുടങ്ങും അടി. സത്യമാക്കില്ലേ, ഈ ജന്മം കാണാൻ പറ്റുമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല മാണിക്യമകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ ഏട്ടത്തിമാരെന്ന് പറഞ്ഞാൽ കട്ട കലിപ്പ, പ്രത്യേകിച്ച് എന്തേ വിശ്വേട്ടന്റെ ഭാര്യയോട്. പക്ഷെ എന്നോട് ജീവന്റെ ജീവന. അല്ല, ഞാൻ അവളോട് അങ്ങനെയാ നിൽക്കുന്നതേ. അഭിനയിച്ച് ഒടുക്കം അജയ് സീരിയസ് ആവോ? അതിന് ഇനി അജയൻ ഒരു ജന്മം കൂടെ ജനിക്കണം. ഇതേ മാണിക്യമംഗലത്ത് വിശ്വനാഥന്റെ രക്തവാ. അങ്ങനെ പെട്ടെന്നൊന്നും തളരില്ല അല്ലേട്ടാ? അതേടാ, തളരാതിരുന്നാ നിനക്ക് കൊള്ളാം. എടാ, ഞാൻ ആർക്ക് വേണ്ടിടാ ഈ കിടന്ന് കഷ്ടപ്പെടുന്നേ? കേട്ടോ നോക്കിയില്ലേ, ഇവന്മാരുടെ കാര്യം പോട്ടെ. ഈ പ്രായത്തിൽ ഞാൻ പ്രേമം അഭിനയിച്ച് തകർക്കുന്നത് എന്തൊരു ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കി. കാര്യം കാണാൻ ഞാനിപ്പോ അതുവരെ ചെയ്യാ. അടുത്ത വീട്ടിലെ പെണ്ണിനോടൊന്നും അല്ലല്ലോ, സ്വന്തം ഭാര്യയോടല്ലേ. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുത്തൂടെ? എന്തത്? എടാ, ഈ കായിക ഊർജത്തോടെ മുന്നേറണമെന്ന് അല്ലേ വക്കീലേ? എന്തു കുന്തമാണെങ്കിലും കൊള്ളാം. എനിക്കിപ്പോ എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുക. പുല്ല് കുളിച്ചിട്ടും ആ നാണക്കേട്ടോട്ട് പോന്നുമില്ല. ഇത്രയും കാലം മീശയും ചുരുട്ടി വെച്ച് ആണായിട്ട് അവളുടെ മുമ്പ് ജീവിച്ചു. ഇപ്പൊ ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ മൂലി ശിങ്കാരം കൊണ്ട് ചെല്ലുകയെന്ന് വെച്ചാ. സാർ അത് വിട്. ഇനി അധികകാലം ഇങ്ങനെ അഭിനയിക്കേണ്ട ഗതികേട് വരില്ലല്ലോ. ആർക്കറിയാം, അതൊക്കെ വക്കീലിന്റെ കയ്യിലാ ഇരിക്കുന്നത്. എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് സർ. ഡോക്യുമെന്റേഷനും കോടതി കാര്യവും ശരിയാക്കി തരാന്നല്ലാതെ അവരുടെ മനസ്സ് മാറ്റി അവരെ കൊണ്ട് ഒപ്പുവെപ്പിക്കുന്ന കാര്യം നിങ്ങളുടെ ഉത്തരവാദിത്വം. പറഞ്ഞല്ലോ വക്കീലേ, ഞങ്ങൾ ആ ഘട്ടം വരെ എത്തിക്കഴിഞ്ഞു. എന്റെ ഭാര്യയുടെ ഒപ്പം മാത്രം മതിയായിരുന്നെങ്കിൽ ഞാനിപ്പോ ഒരു 100 മേടിച്ചു തന്നെ. ഇപ്പൊ അതല്ലല്ലോ. അതല്ല, ചന്ദ്രദാസിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. എന്തായി, നന്ദിത വളഞ്ഞോ? വളയും. മറ്റു 2 മുമ്പ് അവള് വളയും. അവരത്തരം സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. വക്കീലിനോട് ഞാൻ പറഞ്ഞില്ലേ, അവൻ മീൻ കച്ചവടക്കാരന്റെ വേഷം വരെ കെട്ടി തകർത്താടിക്കൊണ്ടിരിക്കുക അവിടെ. അതെ അതെ അതെ, പ്രച്ഛന്ന വേഷ മത്സരത്തിലേ ചന്ദ്രേട്ടൻ പണ്ടായി എടുക്കണ. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കുഷ്ഠരോഗിയുടെ വേഷം ചെയ്തതിനെ ഏട്ടനായിരുന്നു സ്കൂളിൽ 1ാം സമ്മാനം. അപ്പോ അടുത്ത വർഷം പിന്നെ ഏട്ടൻ സ്കൂളിൽ പോയില്ല. ഇവനും അല്ല, ചന്ദ്രേട്ടനൊരു കൂട്ടായിട്ട്. അല്ല, എന്തിനാ സ്കൂളിൽ പോന്നെ? പള്ളിക്കൂടത്തിൽ പോയി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ അനുഭവങ്ങളിലൂടെ പഠിക്കും. അല്ല വക്കീലേ, 6ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള കമലഹാസൻ ലോകത്തുള്ള മുഴുവൻ ഭാഷ അറിയാവുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നടനായില്ലേ? 4ാം ക്ലാസ്സിൽ തോറ്റ ഇന്നസെന്റ് MBA ആയില്ലേ? അതെ. എന്തിനെ? പള്ളിക്കൂടത്തിലെ പടി നേരെ ചൊവ്വ കണ്ടിട്ടില്ലാത്ത ഈ ഞാൻ ആലപ്പുഴയിലെ കിരീടം വെക്കാത്ത ചക്രവർത്തിയായില്ലേ എന്നേ? ഇതൊക്കെ നമുക്ക് തരുന്ന അനുഭവങ്ങൾ എന്താ? ലോകവിവരവും കഷ്ടപ്പെടാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ഏത് എവറസ്റ്റ് നമുക്ക് നിഷ്പ്രയാസം കീഴടക്കാം. വക്കീലിനറിയോ, രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല. 3-4 മണിക്കൂർ ആകെ ഉറങ്ങുന്നേ, അതും പാതി ബോധത്തില്. പഴയ ശീലമാ. പണ്ട് സേലത്തൊരു നെയ്ത്ത് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ രാത്രി 12 മണി വരെ ഷിഫ്റ്റ്, അടുത്ത ഷിഫ്റ്റ് രാവിലെ 9 മണിക്കാ. പക്ഷെ ഞാനത് നോക്കിയിരിക്കാറില്ല. 12 മണിക്ക് എല്ലാവരും പിരിയുമ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ നേരെ മുമ്പിൽ ഒരു ഷൺമൂണിന്റെ തട്ടുകടയുണ്ട്. അവിടെ പോയി ഒരു അരച്ചായും ഒരു ബണ്ണും കഴിക്കും. അത് കഴിഞ്ഞിട്ട് വന്ന് ഓവർ ടൈം ചെയ്യും. എന്നിട്ട് ആഴ്ചയിൽ കിട്ടുന്ന ആ കാശ് അമ്മയുടെ പേരിൽ മണി ഓർഡർ അയക്കും. എന്തിനാ? ഇളയതങ്ങളെ പഠിപ്പിക്കാൻ. എന്നിട്ട് ഇവന്മാര് പഠിച്ചോ? അതാ പറയുന്നത്, ഈ സരസ്വതി എന്ന് പറയുന്നത് സൗകര്യമുള്ളവന്റെ കൂടെ അല്ല നിൽക്കുന്നത്, ഭാഗ്യമുള്ളവന്റെ കൂടെ. എന്റെ കൂടെ പിറപ്പുകൾക്ക് ആ ഭാഗ്യമില്ലായിരുന്നു. ആതിര നാളെ കളക്ടറാൻ പോവല്ലേ? അതിനെ അവളെ എന്റെ പെങ്ങളാണെന്ന് ആര് പറഞ്ഞു? ഞാൻ അവളെ എന്റെ മനസ്സിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചതല്ലേ. വെറുതെ ആവശ്യമില്ലാത്തൊന്നും ഓർമ്മിപ്പിക്കില്ല വയ്ക്കില്ലേ. ഇന്നലെ വരെ ഉണ്ടായിരുന്ന വിശ്വനാഥൻ മരിച്ചു. ഇപ്പൊ നിങ്ങളുടെ ഈ കൺമുമ്പിൽ നിൽക്കുന്നത് പുതിയൊരു വിശ്വനാഥനാണ്. അന്നുണ്ടായിരുന്ന എല്ലാ അവയവങ്ങളും ഇപ്പോഴും എനിക്കുണ്ട്.
ഒന്നൊഴികെ. ഹൃദയം. പണ്ടൊരു മുത്തശ്ശി കഥയില് മുതലയോടൊരു കുരങ്ങൻ പറഞ്ഞതുപോലെ ഞാനതിപ്പോ ഒരുത്തനും കാണാത്ത ഒരു അത്തിമരക്കൊമ്പിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാ ഇങ്ങനെ നടക്കുന്നേ. ഹൃദയമില്ലാത്തവനാ ഇപ്പൊ ഞാൻ. ഇനി എനിക്ക് പറ്റിക്കപ്പെടാൻ വയ്യ. ഇനി എനിക്ക് മണ്ടനാവാൻ വയ്യ. അതിന് ഏട്ടനെ ആരും മണ്ടനാക്കിയെന്നാ? ആരും ആക്കില്ലടാ. എന്റെ കൂടപ്പറപ്പ് മാണിക്യമംഗലത്ത് ഹരിദാസ് എന്നെ മണ്ടനാക്കില്ലേ? അതുകൊണ്ടല്ലേ അവനും അവന്റെ അച്ഛയും ചേർന്ന് എന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന കരീംബായിയെ പിടിച്ചു വെച്ചിങ്ങനെ. അവരും അവനും തമ്മിൽ എന്താ ഇടപാടെന്ന് അന്വേഷിക്കാൻ ഞാൻ വക്കീലിനോട് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് അന്വേഷിച്ചോ? ഞാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഏർപ്പാടൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ആ കരീംബായിയെ വെച്ച് അവരെന്നെ കുടുക്കിയിരിക്കും. പോതാറ കോളനിയിൽ ചെന്ന് അവനെ ഇളക്കുക എന്ന് പറഞ്ഞ അതത്ര നിസ്സാര കാര്യമല്ല സർ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവും. MLA-യും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ നമ്മുടെ ആളാ വക്കീലേ. അതുകൊണ്ടൊന്നും കാര്യമില്ല അജയ് ഘോഷെ. അതിലും സ്വാധീനം കമലാക്ഷിക്ക് അവിടെയുണ്ട്. ഒന്നാമതേ സുനീഷ് എന്ന് പറയുന്നവൻ അവിടെ ഏതാണ്ട് ക്ലബിന്റെ ഒക്കെ പ്രസിഡന്റാ. അവരെ തൊട്ടാലേ കാക്കക്കൂട്ടി കല്ലെറിയുന്നത് പോലെ കോളനി മൊത്തം ഇളകും. കാക്കക്കൂട്ടിൽ കല്ലെറിയാതെ തന്നെ ആ കാക്കമുട്ട പൊട്ടിച്ചാലോ വക്കീലേ? എങ്ങനെ? അതിനൊക്കെ ഒരു വഴിയുണ്ട്. സമയമാകുമ്പോ ഞാൻ അങ്ങോട്ട് പറയാം. എനിക്ക് വക്കീലത്ര നിയമമൊന്നും അറിയില്ല. പക്ഷെ എനിക്കറിയാവുന്ന നിയമമൊക്കെ നല്ല ഉഗ്ര നിയമങ്ങളാ. ആ കാക്കകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ ചുമ്മാ കയ്യും കെട്ടി കണ്ണുടച്ച് എന്റെ കൂടെ അങ്ങ് നിന്ന് തന്നാൽ മാത്രം മതി. വിശ്വനാഥൻ അവസാനത്തെ അംഗത്തിന് തയ്യാറായി കഴിഞ്ഞു. പടച്ചേട്ടക്കെട്ടലും കച്ചമുറുക്കലും കഴിഞ്ഞു. ഇനിയുള്ളത് പാഞ്ചജന്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാത്രമാ. ഉണ്ടാവും, ഉടനെ ഉണ്ടാവും അത്. സുനീഷേ, വല്ലതും വന്ന് കഴിച്ചിട്ട് പോടേക്കാ. നിങ്ങൾ കഴിച്ചോ, ഞാൻ വന്നോളാം. എടാ അത് തണുത്തു പോവുന്ന്. സാരയില്ല അമ്മ. ഇനി കഴിച്ചിട്ട് വേണടാ ഈ പാത്രമൊക്കെ കഴുകി വെച്ച് ഞങ്ങൾക്കൊന്ന് കിടക്കാൻ. ഈ അമ്മയെ കൊണ്ട് തോറ്റല്ലേ. ഞാൻ വന്നോളാം അമ്മേ, നിങ്ങൾ കഴിച്ചോ. ഓ, ഈ ചെറുക്കന്റെ ഒരു കാര്യം. എടാ വാടാ. മോളെ, കാലത്ത് മുതൽ കുത്തിയിരുന്ന് എഴുതുക. വല്ല നാടകമായിരിക്കും. എന്നാ ഏതെങ്കിലും സമിതിക്കാർക്ക് കൊടുത്ത് കാശ് മേടിക്കാൻ പറഞ്ഞാ അത് ഈ ചക്കൻ കേക്കത്തുമില്ല. ഉത്സവപ്പറമ്പ് നാടകം ആർക്ക് വേണമെങ്കിലും എഴുതാന്നാ അവൻ പറയണേ. ഇവനെ ഈ അവാർഡ് നാടകത്തിന്റെ ആളാ. മാറി നിക്ക് വല്യമ്മേ മതിലിടിയും, നോക്കി നിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം, സബർമതിയിലേക്കുള്ള ദൂരം, എല്ലാം വളരെ ഫേമസാ. കേരളോത്സവത്തിലെ സ്ഥിരം ഫസ്റ്റ് ഇവനാ. സംവിധാനവും ഇവനാ. നാടകരചന, സംവിധാനം, ഗാനങ്ങൾ. സർവശ്രീ വേമ്പനാട്ട് സുനീഷ് കുമാർ, +2 MA MBA. ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇവന്റെ നാടകം എവിടെ ഉണ്ടെങ്കിലും ഞാൻ മുന്നിൽ പോയി വായും പൊളിച്ചങ്ങിരിക്കും. ഞാനല്ലാതെ വേറെ ആരവന്റെ കലാസൃഷ്ടിയൊക്കെ ആസ്വദിക്കുക. എഴുതാൻ തുടങ്ങിയ ആ ചെക്കനിന്ന് നേരം വെളുപ്പിക്കും. ഒന്നും കഴിക്കത്തുമില്ല. പട്ടിണി കിടന്ന് ചെക്ക ഒരു കോലായി. അതെ, മോള് ചെന്നൊന്ന് വിളിച്ചോണ്ട് വാ. നീ പറഞ്ഞാവ അനുസരിക്കും. എന്റെ മലനട ദേവരെ, എല്ലാം ഭംഗിയായി ഒരു കരയ്ക്കടുപ്പിച്ച് തരണേ. സുനീഷേട്ടാ. ആതിരക്കുട്ടിയോ? എന്താ സുനീഷേട്ട എഴുതുന്നേ? നാടകമാ? അല്ല അല്ല, അമ്മ പറഞ്ഞു. നാടകമൊക്കെ ഞാൻ നിർത്തി ആതിരക്കുട്ടി. ഇപ്പൊ എന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോ ആത്മകഥ പരീക്ഷിക്കുക. അതിനാ മാർക്കറ്റ്. തെരുവ് വേശ്യയുടെ ആത്മകഥ മുതൽ കന്യാസ്ത്രീയുടെ ആത്മകഥ വരെ നല്ല ഡിമാൻഡാ. അല്ല, ആത്മകഥയ്ക്ക് പേരിട്ടോ? ഇട്ടു. എന്താ? കോമാളി. ആഹാ,
ഒരാളെ വിളിക്കാൻ പറഞ്ഞു വിട്ടതാ. എന്നിട്ട് അച്ഛൻ നായരും കൂടെ ഇവിടെ കഥ പറഞ്ഞിരിക്കുക. ദേ വേഗം വന്ന് വല്ല കഴിക്കാൻ നോക്ക് പിള്ളേരെ. ഞാൻ വന്നോളാന്ന് പറഞ്ഞല്ല അമ്മേ. കണ്ടില്ലേ, ഞാനിവിടെ നല്ല പണിയില്ല. ദേ വല്ലതും കഴിച്ചിട്ടുള്ള പണിയൊക്കെ മതി. എടാ ചെക്ക, നീ അതവിടെ വെച്ചിട്ട് എഴുന്നേറ്റേ. വാടാ ചെക്ക ഇങ്ങോട്ട്. എടാ വരാൻ പറഞ്ഞ വന്നോളാം. അവിടെ വെച്ചേ. എത്ര നേരായിട്ട് വിളിക്കണു? വാ എഴുന്നേക്ക്. വാ അമ്മയുടെ ഒരു കാര്യം. വാ മോളെ, നടക്ക് നടക്ക് നടക്ക്.